ഈ ഓഡിയോ ഒന്ന് കേട്ടു നോക്കിയേ. വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. വിഷു ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്, അതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം ശ്വേത മേനോനും രമേഷ് പിഷാരടിയും തമ്മിലുള്ള ഒരു ഫോൺ കോൾ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓഡിയോ ആണിത്. അപ്പൊ അതിലുള്ള മെയിൻ ചർച്ചാ വിഷയം അമ്മേലത്തെ ഇഷ്യൂസും അല്ലെങ്കിൽ അൻസിബയുടെ ഇഷ്യൂ ഒക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു വേറെ ടോപ്പിക്. അതല്ല, ഇതിന്റെ ഇടയിൽ രമേഷ് പിഷാരടി ശ്വേത മേനോനോടൊരു വഷളൻ ചളി പറഞ്ഞാണ് ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തിരി ചർച്ചയായിട്ടുള്ള സംഭവം. അപ്പൊ ഇത് എ എന്നൊക്കെ ആൾക്കാരിന് പറയും, കോൺഗ്രസ്സുകാർക്ക് വന്ന് അന്തം കോൺഗ്രസ്സുകാർക്ക് വന്ന് പറയും അത് എ എന്നൊക്കെ. പക്ഷെ ഇതിപ്പോ എ എന്ന് സ്ഥാപിക്കാനൊരു എന്ന് പറയുമ്പോ ശ്വേത മേനോനോ അല്ലെങ്കിൽ രമേഷ് പിഷാരടിയോ വന്ന് പറഞ്ഞിട്ടില്ല. ഇത് ന്യൂസ് ചാനലിൽ വന്ന ക്ലിപ്പാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ല. അപ്പൊ ഇത് എന്നിട്ട് രമേഷ് പിഷാരടി ഉദ്ദേശിക്കണം, അതായത് ചളിയാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഇങ്ങനത്തെ ചളിയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ചളിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അറിയാണ്ട് ചോദിക്കുക. അതായത് ഇപ്പോ ചളി പറയുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഭക്ഷണത്തിനൊക്കെ പറയും, പക്ഷെ ഇതുമാതിരി ലോ ക്ലാസ് ആണ്. അതിനി നമ്മുടെ ലെവൽ വരെ അത്രയ്ക്ക് ആവാത്തോണ്ടാണോ, അതോ ഇനിയിപ്പോ ഈ സിനിമയിലും രാഷ്ട്രീയത്തിലേക്കുള്ള ആൾക്കാരുടെ ലെവലാണോ? അത് എന്തൊരു സംഭവം അത്. അതായത് ഒരു സാധനം, ഒരു മറ്റേ ശ്വേതയുടെ ഭർത്താവ് മുംബൈയിലാണ്, നാട്ടിലേക്ക് വരുമ്പോ എന്താ പരിപാടി. അപ്പൊ ഉദ്ദേശിച്ച് ഡബിൾ മീനിങ് ആൾക്കാർ മനസ്സിലാണ്ട് ശ്വേതയ്ക്കും കത്തിയില്ലാണ്ട് രമേഷ് പിഷാരടി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. ഇത് എന്തൊട്ട് സംഭവം. ഒരു പാലക്കാട്ടെ ജനങ്ങള് നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചോട്ട് ഒരു MLA ആണ് ഈ കാണിച്ചു കൂടണേ. പറഞ്ഞ മനസ്സിലായ? അതായത് അപ്പൊ അപ്പോഴാണ് വേറെ ചോദ്യം വരുന്നത്. അതായത് ഈ പാലക്കാട്ടെ ജനങ്ങൾക്ക് എന്താണ് ശരിക്ക് ഈ പാലക്കാട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് നിങ്ങൾക്ക് ഈ കോഴികളെ തന്നെ ഈ തെരഞ്ഞെടുത്ത് ജയിപ്പിക്കണം വല്ല എന്തെങ്കിലും ഒരു അജണ്ട അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അത് അറിയാണ്ട് ചോദിക്കും. കാരണം ഇതിന് മുമ്പുണ്ടായിരുന്ന അവിടുത്തെ MLA എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തില്. അപ്പൊ അങ്ങേരെയും കുറെ വോയിസ് കേട്ടണം ഇതുപോലെ പുഷ്പിച്ച് ഇളിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഭക്ഷണതരം പറഞ്ഞിട്ടുള്ള കുറെ വോയിസ് ഇതുപോലെ ഫോൺ കോൾസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മറ്റേ അതിജീവിതകളും ഈ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ അത് കഴിഞ്ഞ പിന്നെ അതേ പൊസിഷനിലേക്ക് വന്ന അടുത്ത കോൺഗ്രസ് MLA പിഷാരടി. ഇതെന്തിട്ട് ഇപ്പൊ പിഷാരടി കൊമേഡിയനാണ്, തമാശകളൊക്കെ പറയും. പക്ഷെ പിഷാരടിയിട്ട് ഞാൻ തമാശകളൊക്കെ ഇത്രയ്ക്കും ലോ ക്ലാസ് ആയിട്ടുള്ള തമാശകൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല സീരിയസ്ലി. ഇത് ലീക്ക് ആവുമ്പോഴാണ് കുറെ ആൾക്കാരുടെ തനി മുഖവും അല്ലെങ്കിൽ ഇവരുടെ നിലവാരമൊക്കെ മനസ്സിലാവണേ. ഇതെന്തിട്ട് സാധനം. അതായത് ഇതില് ശരിക്കുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് ചളിയല്ല. ഈ ചളി പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. ഒരു കേരളത്തിലത്തെ നല്ല ഭൂരിപക്ഷത്തിൽ ജനം ജയിപ്പിച്ച ഒരു MLA ഒരു ഡബിൾ മീനിങ് ഉള്ള ഭക്ഷണം ചളി പറഞ്ഞിരുന്ന് സ്വയം ചിരിക്കുക. ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുക. ഇപ്പൊ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഡബിൾ മീനിങ് ഉള്ള തമാശകളൊക്കെ എൻജോയ് ചെയ്യുന്ന വ്യക്തിന് എനിക്ക് അതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു ജനപ്രതിനിധി ആയിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള തരം പറഞ്ഞിട്ട് ഇരുന്ന് ഈ ചിരിക്കുക, അത് ഒരു രസമല്ലേ അത്. അപ്പൊ ആൾക്കാർ പറയും ഇനി മറ്റു പാർട്ടിയിലുള്ള ആൾക്കാർ ഇപ്പൊ മുകേഷ്, ഗണേഷ് അല്ലെങ്കിൽ രാഹുൽ, ഓഫ് കോഴ്സ് ഇപ്പൊ ആരാണെങ്കിലും ഏത് MLA ആണെങ്കിലും ആരാണെങ്കിലും അതില് ഇന്ന പാർട്ടി ഒന്നും ഇല്ല. പറഞ്ഞ മനസ്സിലായ? അപ്പോ മറ്റു പാർട്ടിക്കാർ ചെയ്തുകൊണ്ട് നമുക്ക് ആവാന്നുള്ളൊരു ആ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. പറഞ്ഞ മനസ്സിലായ? അപ്പോ എനിക്ക് വേറൊരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ രമേഷ് പിഷാരടി ഇപ്പോ ജയിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ആള്. മമ്മൂട്ടിയുടെ ഒപ്പം മറ്റു വാല് പോലെ നമ്മുടെ ചില ഈ ബോബിന് മുകളിലും പറ്റി ഉണ്ടാവില്ലേ, അതുപോലെ എപ്പോഴും മമ്മൂട്ടിയുടെ ഒപ്പം ഉണ്ടാവും. അപ്പോ അതിൽ എനിക്കറിയാൻ സാധിച്ച ഇവര് നല്ല സുഹൃത്തുക്കളാണ് തോന്നുന്നു. നമുക്ക് വേറെ ഒന്നും അറിയില്ല. നല്ല സുഹൃത്തുക്കളാണ് ഇവര്. ഇതുപോലെ തമാശകളൊക്കെ പറഞ്ഞ് മമ്മൂട്ടിക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊടുക്കാനായിരിക്കാം ഈ പിഷാരടി ഒപ്പം നടക്കുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, അവര് തമ്മിൽ രാഷ്ട്രീയമായിട്ട് മറ്റു ചർച്ചകളൊക്കെ ഉണ്ടാവായിരിക്കാം. പക്ഷെ എനിക്ക് ഈ മമ്മൂട്ടിയുടെ ഒരു നിലവാരമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായി? അതായത് ഈ തരം ഭക്ഷണം ചളികൾ കേൾക്കാനാണ് ഈ മമ്മൂട്ടി ഇങ്ങനെ ഒപ്പം നടത്തണമെന്നൊരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ മമ്മൂട്ടിക്ക് ആ ജനങ്ങൾ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് എന്തൊട്ട് സാധനം. അതായത് നമ്മൾ പുറത്ത് പല ആൾക്കാരും പല രീതിയിൽ കാണും, പക്ഷെ ഇതുപോലെ പേഴ്സണൽ കോളുകൾ ലീക്ക് ആകുമ്പോഴാണ് ഇവരുടെ ഇന്നർ ലൈഫ് മനസ്സിലാവണേ. ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ ഒരു PR വേണ്ടിയും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പലതരത്തിൽ അഭിനയം ഉണ്ടാവും. അത്
പിഷാരടി മാത്രമല്ല, രാഷ്ട്രീയക്കാരെല്ലാവരും ഇപ്പൊ വി ഡി സതീശനായാലും പിണറായി വിജയനായാലും മോദി ആയാലും രാഹുൽ ഗാന്ധി ആയാലും അതുപോലെ സിനിമാ നടന്മാരായാലും ക്രിക്കറ്റ് കളിക്കാരായാലും ഫുട്ബോൾ കളിക്കാരായാലും ഒക്കെ എല്ലാവർക്കും പുറത്തൊരു മുഖം അകത്തൊരു മുഖം. ഇനി സാധാരണ ഇപ്പൊ എന്റെ പോലത്തെ പൊതുജനത്തിനാണെങ്കിലും ഇതുപോലത്തെ രണ്ട് മുഖം ഉണ്ടാവും ഓഫ് കോഴ്സ്. ഇപ്പൊ ഞാൻ പേഴ്സണലി അങ്ങനെ രണ്ട് മുഖം എന്ന് വെച്ചാൽ നടക്കാറില്ല. എനിക്ക് ഞാൻ പുറത്ത് കാണിക്കുന്നത് തന്നെയാണ് അകത്തും കാണിക്കുള്ളൂ. എനിക്ക് അങ്ങനെ വേറെ രണ്ട് പേഴ്സണാലിറ്റി ഒന്നും ഇല്ല. ഇപ്പോ തെറി വിളിക്കണമെങ്കിൽ ഞാൻ പുറത്തും വിളിക്കും അകത്തും വിളിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായ. അപ്പൊ അതാണ് പോയിന്റ്. അതായത് മമ്മൂട്ടിയുടെ ഒപ്പം നടക്കണ ഈ പാല് പോലത്തെ വ്യക്തിയുടെ വായിന്ന് വന്നൊരു ഒരു വഷളം ചളി, അതായത് എന്താ പറയാ, ഒരു ഡബിൾ മീനിങ്ങൊക്കെ ഉപരി ഒരു എന്താ പറയാ ഒരു നിലവാരം കുറഞ്ഞ സംഭവം പറഞ്ഞിട്ട് അത് സ്വയർന്നിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ ഒപ്പം മമ്മൂട്ടി നടക്കുമ്പോൾ മമ്മൂട്ടീനും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, അല്ലെങ്കിൽ മമ്മൂട്ടിയും ചോദ്യം ചെയ്യപ്പെടും. പറഞ്ഞ മനസ്സിലായി. അതായത് ഇതുപോലത്തെ ചളി കേൾക്കാനാണോ മമ്മൂട്ടി ഇവനെ ഒപ്പം നടത്തണേന്ന് വരെ ആൾക്കാർ ചോദിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ. അപ്പൊ കാര്യം പാലക്കാട് ജനങ്ങള് ഇപ്പൊ ഫസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തില് ഇപ്പോ രമേഷ് പിഷാരടി ഇങ്ങനെ പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഈ ആൾക്കാർ വെറുക്കും. ഈ പാലക്കാട് ജനങ്ങൾ തന്നെ കോൺഗ്രസിന്റെ MLA വെറുത്ത് നൈസായിട്ട് BJPക്ക് ജയിച്ച് കയറാൻ പറ്റും. അവിടെ അടുത്ത ഇലക്ഷനിൽ മിക്കവാറും ഈ രമേഷ് പിഷാരടി ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവന്റെ ചില നിലപാടുകളും ഈ കുറെ ഓവർ ഈ മറ്റേ എളിമ മെഴുക എന്ന് പറയില്ലേ, ഓവർ എളിമ മെഴുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ പോയി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ BJP ജയിക്കും. അവിടെ അതുണ്ടാവും പോണെ. എല്ലാവരും നോക്കിയിരുന്നു ഇനി.